അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. മുത്ത് ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ള, മുത്ത് ഹബീബ് ഏറ്റവും ചൊല്ലിയിട്ടുള്ള ഒരു തസ്ബീഹ്, ആ ഒരു തസ്ബീഹിനെ ഇന്ന് മഗ്‌രിബിന് ശേഷം നമുക്ക് 313 പ്രാവശ്യം ചൊല്ലാം. ഇൻഷാ അല്ലാഹ്. അത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക്, എനിക്ക് തന്നെ, ഞാൻ ഇന്ന് രാവിലെ നേർച്ച വെച്ച്, അതായത് എൻ്റെ മോന് പരിപാടിക്കൊക്കെ മദ്രസയിൽ പരിപാടിക്കുണ്ട്. അപ്പോൾ ഉമ്മച്ചിയെ ദുആ ചെയ്യണം കേട്ടോ, എനിക്ക് ഫസ്റ്റ് കിട്ടാൻ ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ദുആ നിയ്യത്ത് വെച്ച്, തസ്ബീഹ് നമ്മളെന്നും വൈകുന്നേരം രാവിലെ ചൊല്ലണമാണല്ലോ. അപ്പോൾ ഒരു 313 എണ്ണം ഞാൻ തിട്ടപ്പെടുത്തിയിട്ട് ഞാനൊന്ന് നിയ്യത്ത് വെച്ച്, ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ചൊല്ലിയിട്ടില്ല കേട്ടോ, ചൊല്ലിയിട്ടില്ല. അപ്പോൾ ഞാൻ മദ്രസയിൽ പോയപ്പോൾ മോന് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം പറയാണ് എനിക്ക് പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഒന്ന് മഗ്‌രിബിന് ഞാൻ ചൊല്ലും. ഇതിന് മുന്നേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, നമുക്ക് എന്ത് ഹലാലായ ഉദ്ദേശം ഉണ്ടെങ്കിലും പഠിച്ച റബ്ബ് പെട്ടെന്ന് സാധിച്ചു തരും. 313 പ്രാവശ്യം മഗ്‌രിബിന് ശേഷം നിസ്കാരത്തിൽ സലാം കിട്ടിയ ഉടനെ ആരോട് സംസാരിക്കാതെ ഉടനെ തന്നെ ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഈ ഒരു തസ്ബീഹിനെ നമ്മൾ ചൊല്ലാം. എന്നിട്ട് പഠിച്ച റബ്ബിനോട് നമ്മൾ ആ ഹലാലായ ഉദ്ദേശം പഠിച്ച റബ്ബിനോട് പറയാം. ഒരുപാട് മഹത്വങ്ങൾ അറിയതാണ് കേട്ടോ. തുലാസിൽ ഏറ്റവും കൂടുതൽ കനം ഉണ്ടാകുന്ന തസ്ബീഹാണ്, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹാണ്. അപ്പോൾ ആ ഒരു തസ്ബീഹിനെ ചൊല്ലിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച റബ്ബിനോട് ആ ദുആ ചെയ്യുന്നത്. പഠിച്ച റബ്ബേ, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നീ എനിക്ക് സാധിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ആരോടും മിണ്ടരുത്, ആരോട് പറയുകയും ചെയ്യരുത് ഞാൻ ഇങ്ങനെ നിയ്യത്താക്കിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണല്ലേ, നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഒരു ഇജാബത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ. ഇൻഷാ അല്ലാഹ്. ആ ഒരു തസ്ബീഹിൻ്റെ പവിത്രത അതങ്ങനെയാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എവിടെ നോക്കിയാലും അങ്ങനെയാണ് പറയുക. ഭയങ്കര മഹത്വമേറിയിട്ടുള്ള തസ്ബീഹാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 100 തവണയെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. നമ്മൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും, ഉഹുദ് മലയോളം പാപങ്ങൾ ചെയ്താലും നമുക്ക് പുറത്തു വരുന്നതാണ് തസ്ബീഹ് ചൊല്ലി കഴിഞ്ഞാൽ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് അങ്ങനെ പൂർത്തീകരിച്ച് തന്നെ ചൊല്ലാം കേട്ടോ. നമ്മൾ സാധാരണ വൈകുന്നേരം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അങ്ങനെ ചൊല്ലും ചിലർ. അങ്ങനെ ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല, തസ്ബീഹ് തന്നെയാണ്. പക്ഷേ അത് പൂർത്തീകരിച്ചിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മദ്രസയിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് ഉസ്താദ്മാർ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതാണ് ഈ ഒരു തസ്ബീഹ്. നമുക്ക് മഗ്‌രിബിനൊക്കെ വൈകുന്നേരം ബാച്ചിലൊക്കെ ഉസ്താദ്മാർ അവിടെ ചൊല്ലിക്കും, 100 തവണ ചൊല്ലിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇന്നും മനപ്പാടാണ്. ഞാനൊക്കെ ഇപ്പോൾ ഇന്ന് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റും ചെയ്യും, നമ്മൾ നാവിന് നന്നായിട്ട് വഴങ്ങും. അതാണ് ഈ ഒരു തസ്ബീഹിൻ്റെ ഒരു ഇത്. പഠിച്ച റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തസ്ബീഹാണ്, അള്ളാഹിൻ്റെ റസൂലിനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളൊരു തസ്ബീഹാണ്. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹലാലായ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തസ്ബീഹിനെ 313 തവണ മഗ്‌രിബിന് ശേഷം സലാം വീട്ടിയ ഉടനെ തന്നെ ഈ ഒരു തസ്ബീഹ് നിങ്ങൾ ചൊല്ലി നോക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം സാധിക്കുന്ന മുന്നേ ആദ്യം നേർച്ച വെക്കുക. എനിക്കിങ്ങനെ ഒരു മുറാദുണ്ട് റബ്ബേ, എനിക്ക് ഹാസിലാക്കി തരണേ, ഇങ്ങനെ തസ്ബീഹ് ഞാൻ ചൊല്ലുന്ന ഇങ്ങനെ നേർച്ച വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ മഗ്‌രിബിന് ശേഷം നിങ്ങളൊന്ന് ചൊല്ലി നോക്കി. ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഒരു ഇജാബത്ത് കിട്ടും. പഠിച്ച റബ്ബ് സന്തോഷമുള്ളൊരു വാർത്ത നിങ്ങളെ കേൾപ്പിക്കും. ഇൻഷാ അല്ലാഹ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.